മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. തിരുവനന്തപുരം കോട്ടൂരിലുള്ള ആന പരിപാലന കേന്ദ്രത്തിലെ ആനകളാണ് വേനൽ കടുത്തതോടെ ദുരിതത്തിലായിരിക്കുന്നത്. കേന്ദ്രത്തിലെ ഒരു ഭാഗത്തെ ജലാശയം പൂർണ്ണമായും വറ്റി. ആനയ്ക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച സാരമായി ബാധിച്ചു. വരൾച്ച എത്രത്തോളം ഗുരുതരമായി ബാധിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. നെയ്യാർ ഡാമിന്റെ വറ്റിവരണ്ട വൃഷ്ടിപ്രദേശത്തെ ജലാശയം. തിരുവനന്തപുരം കോട്ടൂരുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണിവ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്ര വലിയ വരൾച്ച ഇവിടെ ബാധിച്ചിട്ടില്ല. ജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ആനകളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. ജലാശയം വറ്റിവരണ്ടതോടെ 2 കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള 13 ആനകളെയും പുനരധിവാസ കേന്ദ്രത്തിന്റെ മറുവശത്ത് കൊണ്ടുപോയാണ് കുളിപ്പിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു കുഴൽക്കിണറും കുത്തി. ആനകൾക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച ബാധിച്ചു. ജലാശയം വറ്റിയതോടെ ഇവിടുത്തെ ബോട്ടിംഗും പ്രതിസന്ധിയിലായി. ആനകൾക്ക് ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ ആനസവാരിയും ഒഴിവാക്കി. ഒപ്പം ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ കഴിയാത്തതും വിനോദസഞ്ചാരികളുടെ എണ്ണം കുറച്ചു. ശരിക്ക് ഇത് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ വളരെ നിരാശയോടാണ് തിരിച്ചു പോകുന്നത്. ഈ ഇടക്കാലങ്ങളിൽ ഇത്രമാത്രം രൂക്ഷമായ വരൾച്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത്. ഇവിടുത്തെ എല്ലാ ആനകളുടെയും കുളിയും അതിന് കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും എല്ലാം ഇതിനാശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇക്കാര്യങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം നിലയ്ക്ക് ഒരു കുഴൽക്കിണറും അല്ലാതെ മറ്റ് സജ്ജീകരണങ്ങളോടെയാണ് നമ്മളിപ്പോൾ നിലവിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. വരൾച്ച ഇനിയും കടുക്കുകയാണെങ്കിൽ നെയ്യാറിന്റെ വൃഷ്ടിപ്രദേശത്തെ ശേഷിക്കുന്ന ജലാശയങ്ങളും മരണത്തിന് കീഴടങ്ങും. RK കുമാറിനൊപ്പം S. ഷീജ, തിരുവനന്തപുരം.